അതെ, കശുവണ്ടി അരച്ച് മുട്ടക്കറി വെച്ചിട്ടുണ്ടോ? നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ രാവിലത്തെ എന്തിൻ്റെയും കൂടെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. കശുവണ്ടി കുറച്ച് വെള്ളത്തിനകത്ത് ഒരു 5 മിനിറ്റ് കുതുക്കാൻ വെക്കണേ. പിന്നെ സാധാരണ മസാല അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കാണുന്നൊരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ സവോള അല്ലെങ്കിൽ ചെറുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. ഞാനിവിടെ എണ്ണയിൽ കടുകല്ല പൊട്ടിക്കുന്നത്, നമ്മുടെ പെരിഞ്ജീരകമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ ചെറുള്ളിയും കൂടി ഇട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. കൂടെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഏകദേശം വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറുന്നവരെ വരട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതും ഏകദേശം വരേണ്ടൊരു പരുവമായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. അപ്പം നമുക്കിനി നമ്മുടെ മസാല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മസാല പൊടിച്ച് വെച്ചതേ, മസാല പൊടിച്ച് വെച്ച് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കശുവണ്ടി അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് ഇത് ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുക്കുക. പിന്നെ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ ഒരു തക്കാളിയും കൂടെ മേളിലോട്ട് വെച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ദേ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത് കുറച്ച് ഇടിയപ്പത്തിലൂടെയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ആണ്.